വലിയ നാരകം അഥവാ വടുകപ്പുളി നാരകം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അച്ചാറാണ് പരിചയപ്പെടാൻ പോകുന്നത്. നാരങ്ങയുടെ തോല് മുഴുവൻ ചെത്തി മാറ്റണം, അല്ലെങ്കിൽ ഇതിന് ഭയങ്കര കയ്പായിരിക്കും. ഇങ്ങനെ ചെത്തിയ ശേഷം ഈ വാലും തലയും ചെത്തിയ ശേഷം നമുക്ക് മുഴുവനായും ഇതിൻ്റെ തോല് ഇവിടുന്ന് അങ്ങോട്ട് ചെത്തി മാറ്റാം. ഇത് ചിനച്ച നാരങ്ങയാണ്. ഇത് വെറുതെ ഉപ്പിലിടാനാണ് ഞാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ തോല് ചെത്തി മാറ്റി എടുക്കാം. ഇങ്ങനെ പകുതി പകുതി ആക്കിയിട്ടുണ്ട് ഞാൻ. ഇത് പച്ച തൊലിയുള്ള നാരകമാണ്. ഇതിൻ്റെ വിത്തൊക്കെ ഞാനിതാ മാറ്റിയെടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് നല്ലോണം പഴുത്ത മഞ്ഞ കളറുള്ള നാരകം നെടുകെ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരു നിറയുണ്ട്. ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. മഞ്ഞ തൊലിയാണ് ഇതിൻ്റെ. പച്ച നാരങ്ങ നമുക്ക് ആദ്യം ഉപ്പിലിടാം. ഞാനത് ഇങ്ങനെ ആണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെ കാണുന്ന തോലുകളൊക്കെ നമുക്ക് കുറേയൊക്കെ ചെത്തി മാറ്റി കളയാം. ഓറഞ്ചിൻ്റെ അല്ലി പോലെയാണിത്. കട്ടിയില്ലാതെ വേണം ഇങ്ങനെ ചീളാക്കി എടുത്തിട്ട് നമുക്ക് ഈ കുപ്പിയിലേക്ക് ഇടാം. നാരങ്ങ വലിയ ഒരെണ്ണം മുഴുവനായും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 4 പച്ചമുളക് ഇതേപോലെ നെടുകെ കീറിയത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാന്താരി മുളകും പറ്റും, പക്ഷെ അതിന് എരിവ് കൂടുതലായിരിക്കും. അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് അച്ചാറല്ല, ഇത് നാരങ്ങ ഉപ്പിലിട്ടതാണ്. പച്ചമുളക് ഇട്ട ശേഷം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കല്ലുപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും, കാരണം നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ല. ഇതിന് പാകത്തിൽ ഉള്ള ഉപ്പ് ഏറരുത്. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. അപ്പം ഇത് നല്ല പോലെ കുടഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പ് ഞാൻ ഇനി തുറന്നെടുക്കുകയാണ്. അതിനുശേഷം വിനാഗിരി അഥവാ സൂർക്ക കുറച്ച് പറന്നു കൊടുക്കുകയാണ്. ഒരു 4 ടീസ്പൂൺ അളവിൽ. ഇനി ഇത് വീണ്ടും അടച്ച് നല്ല പോലെ കുടഞ്ഞ് മുറുക്കടച്ച് എടുത്തു വെച്ചാൽ മതിയാകും. ഇതിൽ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് കേടുവന്നു പോവും, പൂത്തു പോവും. മാത്രമല്ല ഇത് ഒരാഴ്ചയോളം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ കുടഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം എല്ലാ ഭാഗത്തും ഇതിൻ്റെ വെള്ളം ഇതിൽ തന്നെ ഉണ്ടായി ഇറങ്ങി നല്ലൊരു ടേസ്റ്റായി വരും. ഇത് ചോറ് കൊണ്ടുപോകാനാണ് നല്ലത്. കുട്ടികൾക്ക് ചോറ് കൊടുത്തുവിടാൻ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. ട്രൈ ചെയ്യൂ. അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ടീസ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഈ നാരങ്ങ നുറുക്കി വെച്ചത് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. നല്ല നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കിത് ഈ നല്ലെണ്ണയിൽ നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. നല്ല പോലെ വാട്ടിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നേ ഇല്ല. ഇത് കുറേ കാലം ഇരിക്കേണ്ട അച്ചാറായതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇനി ഇതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പ് ഇടുമ്പോൾ പാകത്തിന് ചേർത്ത് കൊടുക്കണം. കല്ലുപ്പായതുകൊണ്ട് നല്ല ഉപ്പുണ്ടാവും ഇതിന്. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നാരങ്ങ ഇപ്പം നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇതിലത്തെ വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനി വേറെ വെള്ളം ചേർത്തേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നല്ല പോലെ തണുത്ത ശേഷമേ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നല്ല പോലെ തണുക്കണം. ഇപ്പോൾ ഇത് നല്ല പോലെ തണുത്തിട്ടുണ്ട്, ആറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല പോലെ വെയിലത്ത് ഉണക്കി വീട്ടിൽ പൊടിച്ച മുളക് പൊടിയാണ്. അപ്പം 4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം ഇത് നല്ല പോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയ്ക്ക് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉലുവയും കായവും കടുകും പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ
ഉലുവയും 1/2 ടീസ്പൂൺ കടുകുമാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ കായപ്പൊടിയും. ഇത് നല്ലപോലെ വറുത്ത ശേഷം ഈ ഒരു കായപ്പൊടി അതിലേക്ക് ചേർത്ത് ഒന്നും കൂടി വറുത്ത് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് അച്ചാറിൽ ചേർത്ത് കൊടുക്കാം. കായവും ഉലുവയും കടുകും പൊടിച്ചത് നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തും വിധം നമുക്കിത് ഇളക്കി കൊടുക്കാം. അച്ചാർ ഇപ്പം നല്ല കളറായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിനൊരു ചെറിയ കയ്പുണ്ടാവും. ആ കയ്പ് പോകുന്നതിന് വേണ്ടി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. വറുത്തിടുന്നതിനായിട്ട് ഞാൻ 3 ടീസ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ചൂടായി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കറുവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അച്ചാർ കേടുവരില്ല. നമുക്കിനി ഇതിലേക്ക് വറുത്ത് കൊട്ടാം. നല്ലൊരു പരുവായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇതിലിങ്ങനെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു കുപ്പിയിലേക്ക് നല്ലപോലെ തണുത്ത ശേഷം ആക്കി വയ്ക്കാം. പ്ലാസ്റ്റിക്കിൽ ഒരിക്കലും ആക്കരുത്. കുപ്പിയിൽ ആക്കി സൂക്ഷിക്കാം. നല്ലപോലെ ഒന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് അച്ചാറിനെ കുപ്പിയിലാക്കാം. കഞ്ഞിക്ക് നല്ല സൂപ്പറായിരിക്കും. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെളുത്തച്ചാറും ചുവന്നച്ചാറും. ഈ വെളുത്തച്ചാറ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി സ്വാദുണ്ടായിരിക്കും.